മലയിടുക്കിലെ പാകിസ്ഥാനി ബായ് ഏകദേശം 3 മാസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിനെ ഞാൻ വീണ്ടും കാണുന്നത്. ഒരു നോമ്പ് കാലത്ത് മലയിടുക്കിലൂടെയുള്ള യാത്രയിലാണ് അദ്ദേഹത്തെ ഞാൻ ആദ്യമായി കാണുന്നത്. അന്ന് എന്തൊക്കെയുണ്ട് നോമ്പ് മുറിക്കാനെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്: എനിക്ക് ഏകദേശം എല്ലാ ദിവസവും ഇവിടെ നോമ്പ് പോലെയാണ്. അന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ആഹാര സാധനങ്ങളൊക്കെ കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം സന്തോഷമായിരുന്നു. അതിനുശേഷം 5-6 തവണ അതുവഴി പോയിട്ടുണ്ടെങ്കിലും ഈ ബായിയെ കണ്ടുമുട്ടിയില്ല. ഇന്ന് യാദർശികമായിട്ട് അദ്ദേഹത്തെ കണ്ടുമുട്ടി. ഒരുപറ്റ ആടുകളായിട്ട് അദ്ദേഹം അവിടെ നിൽക്കുന്നതാണ് ഞാൻ കാണുന്നത്. മെയിൻ റോഡിൽ നിന്നും ഏകദേശം നല്ല ദൂരമുണ്ട് ഈ ഒരു സ്ഥലത്തേക്ക്. ഈ ഒരു സ്ഥലത്ത് കടകളോ മറ്റ് സൗകര്യങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ഈ ഒരു മലയിടുക്കിലേക്ക് ഓട്ടം വന്നാൽ ഞാൻ ആദ്യം ചെയ്യുന്നത് എന്നിൽ എന്താണോ ഉള്ളത് അതിൽ കുറച്ച് സാധനങ്ങൾ മേടിച്ച് വണ്ടിയിൽ വെക്കും. എന്ന് പറയുമ്പോൾ ഈ സ്ഥലത്തുള്ള എല്ലാ ആൾക്കാർക്കും അത്യാവശ്യമാണ് പല പല സാധനങ്ങൾ. നല്ല ആഹാരങ്ങൾ പോലും കിട്ടാറില്ല. എന്നാൽ ഈ ഒരു സ്ഥലത്ത് വരുമ്പോൾ പല ആളുകളും പല മലകളുടെ മുകളിൽ ആടുകളും കൃഷികളൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു തോന്നലുണ്ട്, അവർക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ, അവരെന്തെങ്കിലും കഴിച്ചോ, അങ്ങനെയൊക്കെ ഒരു തോന്നൽ. കാരണം നമ്മളെപ്പോലെ കഷ്ടപ്പെട്ടിട്ടാണ് അവരും ജോലികൾ ചെയ്യുന്നത്. പക്ഷേ അതൊക്കെ കാണുമ്പോൾ നമ്മളെ ജോലികളൊക്കെ എന്തുമാത്രം നല്ല ജോലികളാണെന്നുള്ളൊരു ചിന്ത വന്നു പോകും. ഈ പാകിസ്ഥാനി ബായിക്ക് എന്നെ കണ്ടപ്പോൾ വലിയ സന്തോഷമായി. കാരണം കുറേ നാളുകൾക്ക് ശേഷമാണ് കാണുന്നത്. കണ്ട് കാര്യങ്ങളൊക്കെ തിരക്കിയിട്ട് ഞാൻ കുറച്ചപ്പുറത്തേക്ക് വെള്ളം ഒഴിച്ചിട്ട് തിരിച്ചു വരികയാണ്. ആ സമയത്ത് ബായി അവിടെ തന്നെ നിപ്പുണ്ട്. തന്റെ കൃഷിസ്ഥലത്ത് വരുന്ന കുരങ്ങന്മാരെ ഓട്ടിക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ പീപ്പിയും അതുപോലെ തന്നെ പൊട്ടിയ കണ്ണാടി ചില്ലൊക്കെ ഉണ്ട്. എന്റെ കയ്യിലിരുന്ന ആഹാര സാധനങ്ങളെ കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം സന്തോഷമുണ്ടായി. കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹം പറയുകയാണ്: കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ റൊട്ടി മാത്രമാണ് കഴിക്കണത്, അതിന്റെ കൂടെ കറി പോലും കഴിക്കത്തില്ല. കാരണം തിരക്കിപ്പോൾ പറയുകയാണ്, കയ്യിലിരുന്ന പയറുവർഗ്ഗങ്ങൾ വരെ തീർന്നുപോയി. സാധനം മേടിക്കാൻ കടകളോ മറ്റ് സൗകര്യങ്ങളോ തന്നെ ഒന്നും ഇവിടെ ഇല്ല. എന്ത് ചെയ്യാനാണ് ഞാൻ? ജീവിതം എന്ന യാത്രയിൽ നമ്മൾ ഇതുപോലെ ഒരുപാട് ആൾക്കാരെ കാണും. അവരെ കണ്ടില്ല എന്ന് നടിക്കല്ലേ. അപ്പോൾ ശരിയെന്നാ, നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ടാറ്റാ ബൈ.